ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ദേരയിലുള്ള ഫിഷ് മാർക്കറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. നമ്മൾ കുറേ കാലമായി ഇപ്പോൾ പോയിട്ടുണ്ടായിരുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ഹോം ഡെലിവറി അവിടെ നിന്ന് അവൈലബിൾ ആണ് കേട്ടോ ഡെയിലി. അപ്പോൾ അന്നന്നൊക്കെയുള്ളതെന്ന് നമ്മൾ അന്നായിട്ട് ഓരോ ദിവസമായിട്ട് വാങ്ങുകയാണ് ചെയ്യാറ്. കുറച്ച് മുന്നേ നമ്മളിങ്ങോട്ട് വാസലിൽ വന്ന സമയത്തൊക്കെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് വീക്കിലി വൺസ് അവിടെ പോവും. എന്നിട്ട് ഒരു വീക്കിനുള്ള മീനൊക്കെ വാങ്ങി വെക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. അന്ന് ഫ്രീസറിൽ വെക്കും. ഓരോ ദിവസത്തെ എന്താണോ ആവശ്യം അങ്ങനെ എടുക്കുകയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ അമ്മ വന്നപ്പോൾ അമ്മ നാട്ടിലുള്ള സമയത്ത് ഞാനിങ്ങനെ പറയുമ്പോൾ അമ്മയ്ക്ക് കാണാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളിലൊരെണ്ണമായിരുന്നു ഈ ഫിഷ് മാർക്കറ്റ് കേട്ടോ. അപ്പോൾ കാരണം ഇങ്ങനെ ഈ ഭയങ്കര വൈഡായിട്ടുള്ള ഒരു സ്ഥലത്ത് കുറേ മീനുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുക ഒരു ഫിഷ് മാർക്കറ്റ് ആണല്ലോ. അപ്പോൾ ഒന്ന് കാണണം എങ്ങനെയാണെന്നുള്ളതൊക്കെ അമ്മ പറഞ്ഞിരുന്നു, ഒന്ന് കാണണം എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും അമ്മേനായിട്ട് പോവാം. അപ്പോൾ പിറ്റേ ദിവസം അമ്മ ഫിഷ് ബിരിയാണി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മീനച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ തന്നെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു വെള്ളിയാഴ്ച ഒരു ശനിയാഴ്ചയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഫിഷ് മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു കാണുന്ന ഈ ഒരു ഭാഗം ഫുള്ളൊരു സ്ട്രീറ്റ് ടൈപ്പാണ് കേട്ടോ. ചെറിയ കുറേ ഷോപ്സ് ഉണ്ട്. വലിയ റേറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. ഒരു 5 dirhams 10 dirhamsൻ്റെ ഒക്കെ ഡ്രസ്സസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയൊരു സ്ട്രീറ്റ് മോഡലാണ് അവിടെ പോകുന്ന ആ ഒരു വഴി. സൈഡിൽ തന്നെ കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഫിഷിൻ്റെ അവിടേക്ക് എത്തിയപ്പോഴാണ് അമ്മയ്ക്ക് കാര്യം മനസ്സിലായത്. അത്യാവശ്യത്തിലേറെ നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. മീനിൻ്റെ മാത്രമല്ല, മീനിൻ്റെ സെക്ഷൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മീറ്റിൻ്റെ സെക്ഷൻ ഉണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ ഇടയിലുള്ളൊരു സ്ഥലത്താണ് നമ്മൾ ആദ്യം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ അമ്മ ആദ്യം പറഞ്ഞു, അയ്യോ ഇത് ഭയങ്കര മണമാണ്, നമുക്ക് വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ മീനിൻ്റെ അവിടേക്ക് ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് പുറത്തുള്ള അത്ര സ്മെല്ല് ഉള്ളിലുണ്ടായിരുന്നില്ല കേട്ടോ. പുറത്ത് ഞാൻ പറഞ്ഞ പോലെ ഈ സൈഡിൽ ഒരു സൈഡിൽ മീറ്റിൻ്റെ സെക്ഷൻ ഉണ്ട്, ഒരു സൈഡിൽ ഫിഷിൻ്റെ ഉണ്ട്. അപ്പോൾ രണ്ടിൻ്റെ ക്ലീനിങ്ങിൻ്റെ ഒരു ഭാഗത്തായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സ്മെല്ലായിരുന്നു. പിന്നെ ഉള്ളിലേക്ക് കയറിയപ്പോൾ കമ്പാരറ്റീവ്ലി പുറത്തേനേക്കാളും സ്മെല്ല് കുറവാണ്. നമുക്ക് സഹിക്കാൻ പറ്റാത്ത സ്മെല്ലൊന്നുമല്ല, കുഴപ്പമില്ല, അങ്ങനെ ഫുള്ള് ക്ലീൻ ആയിട്ട് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറേ മീനും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അധികമൊന്നും വാങ്ങിയില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഹോം ഡെലിവറി അവിടെ നിന്ന് അവൈലബിൾ ആണ്. നമുക്ക് ഡെയിലി ഉള്ള സാധനങ്ങൾ നമ്മൾ അപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ സാധനങ്ങളൊന്നും വാങ്ങിയില്ല. 2 മീനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ചെറിയ അയിലയും വാങ്ങി, പിന്നെ ഒരു വറ്റ കുറച്ച് വലിയ വറ്റയായിരുന്നു കേട്ടോ. ഒരു വറ്റയായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അത് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കി തന്നു. പിന്നെ അച്ചാറൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വറ്റയും അയിലയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങി. അവിടെ പിന്നെ നമ്മൾ വെജിറ്റബിൾ മാർക്കറ്റും ഫ്രൂട്ട്സ് മാർക്കറ്റും കൂടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ ഇതിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ അവിടെ പോയി പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് പച്ചക്കറികളും പിന്നെ കാടമുട്ട കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോള് ഇവിടെ വന്നിട്ടുണ്ട്. ആൾക്കൂടെ ജോബ് കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ട്. അപ്പോൾ അമ്മ വന്നിട്ട് അവളെ കാണാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ നേരെ അവിടേക്ക് പോയി. കരാമലായിരുന്നു. ആളെയൊക്കെ മീറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ തിരിച്ച് വരുന്ന സമയത്ത് നെഹദിയിൽ പോയിട്ടുണ്ടായിരുന്നു കുഴിമന്തി കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടുന്ന് കുറേ മന്തി ഷോപ്സിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ നെഹദിയുടെ ടേസ്റ്റ് എനിക്ക് ഇവിടെ വേറെ എവിടെയും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ പോയി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പ്രതു ഉണ്ടായിരുന്നു, മാമൻ്റെ മോനുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് റൂമിലേക്ക് വന്നത്. ഋതുവിനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റൈസ് ഇഷ്ടമാണ് കേട്ടോ. കാരണം വലിയ എരിവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമ്മൾ ബിരിയാണി പോലെ ഒന്നുമല്ല. അതിൻ്റെ റൈസ് അധികം സ്പൈസസും കാര്യങ്ങളും എരിവില്ലാത്ത കാരണം ഋതുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനും കൊടുത്തു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറെ വീഡിയോ